ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സ്ട്രോങ് ആയിരിക്കുന്നു, സെൽഫ് ലവ് ചെയ്യുന്നു, യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. നമുക്കിന്ന് നോക്കാം, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും എന്ത് കർമ്മയാണ് അനുഭവിക്കുന്നത്. നിങ്ങളെ ചതിച്ച് വഞ്ചിച്ച് നിങ്ങളുടെ കണ്ണുനീരിൽ ആഴ്ത്തിപ്പോയ വ്യക്തികൾ എന്ത് കർമ്മയാണ് അനുഭവിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ ഓർക്കുക. തേർഡ് പാർട്ടിക്ക് ലഭിക്കുന്ന കാർമികമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, കർമ്മ എന്താണ് എന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുക. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഒരു സമയം തന്നെ നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് അവരനുഭവിക്കുന്നതായ കർമ്മ എന്താണെന്ന് ഈ കാർഡ് വഴി തന്നതിന് നന്ദി. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് തന്നതിനായി നന്ദി. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഏറ്റവും നല്ല റീഡിംഗ് തന്നതിനായി നന്ദി. ഏറ്റവും കറക്റ്റായിട്ടുള്ള കർമ്മ റീഡിംഗ് തന്നതിനായി നന്ദി. താങ്ക് യു 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 താങ്ക് യു. ഓക്കെ, ഓവറോൾ എനർജി എന്ന് പറയുന്നത് ടവറാണ്. ഓക്കെ, ഇതിൽ കൂടുതൽ കർമ്മ അവർക്ക് ഇനി ലഭിക്കാനില്ല. നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ക്ലാരിഫൈ ചെയ്യാൻ കൂടി എടുക്കട്ടെ. എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? 8 ഓഫ് വാണ്ട്, 7 ഓഫ് സോഡ്, ഡെത്താണ് സംഭവിച്ചിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള കർമ്മ റീഡിംഗ് ലഭിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു. ടവർ. ഓക്കെ, അപ്പം ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് പറയാം. 3, 10, 15, 8, 7, 13, 3, 16, 14, 2, 4, 1, 15. ഓക്കെ, ഇവിടെ ആദ്യം വന്നിരിക്കുന്ന കാർഡ് 3 ഓഫ് കപ്പാണ്. 3 ഓഫ് കപ്പ് നമ്മൾ നെഗറ്റീവ് കാർഡാണ് നോക്കുന്നത്. കർമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വരുന്ന കർമ്മ എന്താണെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ വന്നിരിക്കുന്ന ക്യാൻസറാണ്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കർക്കിടകം രാശിയിൽ സോഡിയക് സൈൻ ക്യാൻസറാണ് വന്നിരിക്കുന്നത്. നമ്പർ 3 ആണ്. മാർച്ച്. ഓക്കെ, മാർച്ച് മാസമാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന ദിവസങ്ങളെ ചൊല്ലിയുള്ള വഴക്കുകളാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിന്നിരുന്ന സമയത്ത് അതെല്ലാം ചിലപ്പോൾ ഒരു പക്ഷേ തേർഡ് പാർട്ടി എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങളെപ്പറ്റിയുള്ള കാര്യങ്ങൾ ചൊല്ലി അവിടെ വഴക്കുകൾ നടക്കുകയാണ്. ഓക്കെ, ക്യാൻസറിൻ്റെ നെഗറ്റീവ് വശം എന്ന് പറയുമ്പോഴത്തേക്ക് ഭൂതകാലത്തെക്കുറിച്ച് പറഞ്ഞ് ഭാവിയിൽ വഴക്കുണ്ടാക്കുന്ന ശീലമാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് അവിടെ നടക്കുന്നത്. 3 നമ്പർ എന്ന് പറയുന്നത് ചിതറിക്കിടക്കുന്നതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്നും ഒക്കെ കുറച്ച് കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്ന് വഴക്കുണ്ടാക്കുന്ന ശീലം. ഓക്കെ, അതിൻ്റെ നെഗറ്റീവ് വശമാണ് 3 എന്നുള്ള നമ്പറിൻ്റെ നെഗറ്റീവ് വശം. അതാണ് കുറച്ച് അന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ, ഇന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ള ഒരു സ്വഭാവ പ്രവണത ഇവിടെ കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ട് പഴയ കാര്യങ്ങൾ, നിങ്ങളോട് അങ്ങനെ സ്നേഹിച്ചില്ലേ, നിങ്ങളെ അങ്ങനെ ഷോപ്പിങ്ങിന് കൊണ്ടുപോയില്ലേ, അങ്ങനെ ചെയ്തില്ലേ എന്നുള്ള രീതിയിൽ ഇവിടെ വഴക്ക് നടക്കുകയാണ്. പരസ്പര വിമർശനങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ടുള്ള വിമർശനങ്ങളും കാര്യങ്ങളും സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ബന്ധം സ്ഥാപിച്ച് നിൽക്കുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. അവർക്കിപ്പോൾ അട്രാക്ഷൻ ഒന്നുമില്ല. ഇത് റിവേഴ്സ് ആയിരുന്നു വന്നിരുന്നത്. നെഗറ്റീവ് കാർഡ് എടുക്കുന്നത് കൊണ്ട് ഇത് റിവേഴ്സ് ആയിരുന്നു വന്നിരുന്നത്. അവർ തങ്ങളിൽ ഇപ്പോൾ ഒരു അട്രാക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പരസ്പരം ദേഷ്യവും വഴക്കും മാത്രമാണ് ഈ ഒരു സമയത്ത് ഉള്ളത്. ഭയമാണ്, അപകട ഭീതി, മൊത്തത്തിൽ ബ്ലാക്കാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് മുഴുവനും ബ്ലാക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപകട ഭീതിയാണ്. ചിലപ്പോൾ തേർഡ് പാർട്ടിക്കായിരിക്കാം, അല്ലെങ്കിൽ അവർക്കായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം.
ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഭീതിയാണ്, അപകട ഭീതി. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ, അല്ലെങ്കിൽ ആ ഒരു ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും, ഒന്നിനെക്കുറിച്ചും ഒരു കാഴ്ചപ്പാടുമില്ല. തന്നെ ബന്ധിച്ചിട്ടിരിക്കുകയാണല്ലോ, എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ നിയമവശങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരുമോ, ഈ റിലേഷൻ എനിക്ക് ശരിയായി വരുമോ, ഈ തേർഡ് പാർട്ടി എൻ്റെ പേരിൽ എന്തെങ്കിലും കേസോ വഴക്കോ കൊടുക്കുമോ, കേസ് എൻ്റെ പേരിൽ വരുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് ഭീതിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നുണ്ട്. ചിലപ്പം തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധങ്ങൾ ആരും അറിയാതെയൊക്കെ കൊണ്ടുവരുന്ന ബന്ധങ്ങളായിരിക്കാം. ആ ഒരു ബന്ധങ്ങൾ നാട്ടുകാരെ അറിയുമോ എന്നുള്ള ഭീതി, ഒരുപാട് നാണക്കേട്, മറ്റുള്ള ആൾക്കാരെ അറിഞ്ഞു കഴിഞ്ഞാൽ നീ എന്താണ് സ്ഥിതി എന്നുള്ളതിനെക്കുറിച്ചുള്ള നാണക്കേടൊക്കെ അവർക്ക് ഈ ഒരു സമയത്ത് ഫീലാകുന്നുണ്ട്. അവർ തങ്ങളിപ്പോൾ അമിതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വായി തോന്നുന്ന രീതിയിൽ മൂർച്ച വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കുകയാണ്. അവർക്കൊരു സമാധാനവും ആ ഒരു റിലേഷനിൽ ഇല്ല, വിശ്രമമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോര് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. അനാവശ്യമായ റിസ്ക് എടുക്കലും, അവരിപ്പോൾ പല റിസ്ക് എടുക്കാൻ തയ്യാറാകുകയാണ്. ഒരിക്കലും ആരും അറിയില്ല എന്ന് വിചാരിച്ചിരുന്ന റിലേഷൻഷിപ്പൊക്കെ പുറത്ത് വരികയാണ്. എല്ലാവരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞ് നാണം കെടാനുള്ള സമയത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് എന്തിനാണോ അവർ കാത്തിരുന്നത്, അവർ വിചാരിച്ച് ആരും അറിയത്തില്ല, ഇത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളിലോട്ട് അവരെ കൊണ്ടുപോകുകയാണ്. അവരുടെ അപമാനങ്ങളും കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന്, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് നിങ്ങളുടെ നേരിട്ട് നിങ്ങൾക്ക് കണ്ണിൽ കാണാൻ കഴിയുന്നതാണ്. അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നതായ അപമാനങ്ങൾ, തേർഡ് പാർട്ടിയുമായിട്ടുണ്ടായ കുറച്ച് അപമാന കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് കാണുവാൻ പോകുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അത് അവരുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. അടുത്തത് ചീറ്റിംഗ് ആണ് വരുന്നത്. ചീറ്റിംഗ് സംഭവിക്കുന്നു, റിലേഷനെ ഡെത്ത് ആകുന്നു. ഇതിലൊരാൾ, തേർഡ് പാർട്ടിയോ നിങ്ങളുടെ പേഴ്സണോ ചീറ്റ് ചെയ്യുന്നതായിരിക്കും. ചീറ്റ് ചെയ്യുന്നതോടുകൂടി, ചതിയുടെ കാർഡാണ് വന്നിരിക്കുന്നത്, ആ ചീറ്റ് ചെയ്യുന്നതോടുകൂടി ആ റിലേഷന് ഡെത്ത് സംഭവിക്കാൻ പോവുകയാണ്. ഇതാണ് അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കർമ്മ. ഓക്കെ, അപ്പോൾ അപമാനിക്കപ്പെടും. എന്തൊക്കെയാണ് ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവർ അപമാനിക്കപ്പെടുന്നു, മറ്റൊന്ന് അവരുടെ റിലേഷനിൽ ചതി വരുന്നു. എന്ത് ചതിയാണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സണെ ചതിക്കുന്നു എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ്. ഓക്കെ, അതോടുകൂടി നിങ്ങളുടെ പേഴ്സൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ 10 ഓഫ് സോഡിൻ്റെ എനർജിയിലേക്ക് മാറിപ്പോകുന്നുണ്ട്. 5 ഓഫ് പെൻറ്റിക്കിൾ ആ ഒരു റിലേഷനിൽ നിന്ന് വിട്ട് മാറുന്നുണ്ട്. ഇതിലേറെ വേദനയാണ് അവർ അനുഭവിക്കുന്നത്. കാരണം ഇവിടെ വന്നിരിക്കുന്നത് ടവർ കാർഡാണ്. ആ റിലേഷന് ടവർ വരാൻ പോവുകയാണ്. ടവർ എന്ന് പറയുമ്പോൾ മേജർ ആർക്കാന കാർഡാണ്. അവരുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്. അപമാനങ്ങളും നാണക്കേടും ഒക്കെ അവരുടെ ജീവിതത്തിൽ വരും. അവരിപ്പോൾ ഏത് സിറ്റുവേഷനിലായിരുന്നു, ഏത് രാജകീയമായിട്ടാണെങ്കിലും ശരി തന്നെ, ഏത് സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നതാണെങ്കിലും, നിങ്ങളുടെ പേഴ്സണായാലും തേർഡ് പാർട്ടി ആണെങ്കിലും ഏത് സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നെങ്കിലും, യൂണിവേഴ്സിൽ നിന്നുള്ള ആ ഒരു പ്രഹരം, ഒരു അടിയാണ് അവരുടെ ലൈഫിലേക്ക് കിട്ടാൻ പോകുന്നത്. കർമ്മ എന്ന് പറയുന്നത് അത്രത്തോളം മുകളിൽ നിന്ന് വരുന്ന ഒരു ശക്തിയാണ്. ആ ശക്തി ആ ഒരു ടവറിൽ വന്ന് വീഴുകയും അവരുടെ അഹങ്കാരം, ഈ പദവി എന്ന് പറയുന്നത്, ഈ കിരീടം എന്ന് പറയുന്നത് അവരുടെ അഹങ്കാരവും ഗർവവും എല്ലാമായിരുന്നു. അതിനെല്ലാം തട്ടി താഴെ ഇടുകയാണ്. അതിൻ്റെ മുകളിലാണ് തീ വന്നിരിക്കുന്നത്. അവർ വിചാരിച്ചു ഒരിക്കലും ഇതിനെ ആർക്കും നശിപ്പിക്കാനോ തകർക്കുവാനോ സാധിക്കില്ല. രഹസ്യമായിട്ടാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും അവർ ആ ഒരു കെട്ടിപ്പൊക്കിയിരിക്കുന്ന സാധനത്തിന് വാതിലില്ലാത്തതിന് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ രണ്ട് വ്യക്തികളല്ലാതെ മറ്റൊരാൾക്കും ഇതിലോട്ട് പ്രവേശിക്കാനോ ഇതിനെ തകർക്കുവാനോ കഴിയത്തില്ല എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് യൂണിവേഴ്സിൻ്റെ കൈ വരികയാണ്. കർമ്മ വന്ന് ആ ഒരു ടവറിനെ അവർ ഒരുപാട് വിശ്വാസത്തോടു കൂടി കെട്ടിപ്പൊക്കിയ ആ ഒരു ആ ഒരു പ്രവൃത്തിയെ കർമ്മ വന്ന് തകർക്കുകയാണ്. അവർ മോശമായ സ്ഥലത്താണ് ഈ ഒരു കർമ്മ കെട്ടിയിരിക്കുന്നത്. കാരണം ഇവിടെ തകർന്ന് വീണിരിക്കുന്നതായിട്ടൊരു ബിൽഡിംഗ് ആണ്, ഒരു മലയാണ്. ആ മല എന്ന് വെച്ചാൽ ഇവിടെ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അവർ അതിൻ്റെ മുകളിൽ, പൊട്ടിത്തകർന്നതിൻ്റെ മുകളിലാണ് അവർ ആ ബിൽഡിങ് കെട്ടിയിരിക്കുന്നത്. പൊട്ടിത്തകർന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷനാണ്. ആ റിലേഷൻ്റെ മുകളിൽ അത് കെട്ടാൻ പാടില്ലായിരുന്നു. അപ്പം ആ ഒരു റിലേഷനെ നിങ്ങളുമായിട്ട് ഒരു വഴക്കുണ്ടായി ഇരിക്കുന്ന സമയത്താണ് ഈ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒരു ടവർ കെട്ടിയിരുന്നത്. അപ്പം ഏറ്റവും മോശമായ സാഹചര്യത്തിൽ, ഇവിടെ കെട്ടാൻ പാടില്ലാത്ത സ്ഥലത്താണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു റിലേഷൻഷിപ്പ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു കർമ്മ അതിൻ്റെ മുകളിൽ തന്നെ ലഭിച്ചിരിക്കുന്നു.
ആ രണ്ടുപേരും വീഴുന്നത് താഴേക്കാണ്, അതീവമായ ഗർത്തത്തിലേക്ക്. ഒരുപാട് ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ബ്ലാക്ക് എനർജിയാണ് വന്നിരിക്കുന്നത്. അവരെന്താണോ പ്രവർത്തിച്ച് വിട്ടത് അത് അവരിലേക്ക് തന്നെ തിരിച്ചു ചെന്നിരിക്കുന്നത്. ചിലപ്പോൾ ചില വ്യക്തികൾക്ക് നിങ്ങളെ തങ്ങൾ തെറ്റിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഒരുപാട് ബ്ലാക്ക് എനർജി അവർ വിട്ടയച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് അവരിലേക്ക് തന്നെ, നിങ്ങൾ പോസിറ്റീവ് ആകുമ്പോഴത്തേക്ക് ആ ബ്ലാക്ക് എനർജി തിരിച്ച് അവരിലേക്ക് തന്നെ ചെല്ലും. അപ്പം നിങ്ങളുടെ കരച്ചിലും കണ്ണീരും എന്ന് നിൽക്കുന്നു ആ സമയത്ത് ബ്ലാക്ക് എനർജി അയച്ചവർക്ക് തന്നെ തിരിച്ച് 7 മടങ്ങായിട്ട് ചെന്നുവിടും. അപ്പം നിങ്ങളുടെ കുടുംബജീവിതമോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പോ തകർക്കാൻ വേണ്ടി തേർഡ് പാർട്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുകയും മറ്റും ചെയ്തപ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജിക്ക് നിങ്ങളിൽ നിൽക്കാൻ കഴിയാതെ തിരിച്ച് ആ ഒരു റിലേഷനെ തന്നെ തിരിച്ച് എങ്ങോട്ടാണോ അയച്ചത് ആ സ്ഥലത്തേക്ക് തന്നെ ആ ഒരു നെഗറ്റീവ് എനർജി ചെന്നിട്ട് ആ ഒരു റിലേഷനെ തകർത്തിരിക്കുകയാണ്. ഒരുപാട് ഡിപ്രഷനിലോട്ടും ഒക്കെയാണ് വീഴാൻ പോകുന്നത്. ചില വ്യക്തികൾ വീഴാൻ പോകുന്നു, മറ്റ് ചില വ്യക്തികൾ വീണ് കഴിഞ്ഞിരിക്കുന്നു. ഈ എനർജി ഒരുപക്ഷെ വരാൻ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കാം. ഇപ്പം നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളും ഇപ്പം നടക്കുന്നില്ല. ഇതിനു മുന്നേ അവർ എന്തും മാനിഫെസ്റ്റ് ചെയ്തിരുന്നാലും അവരുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പം നഷ്ടമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്താണോ ചിന്തിക്കുന്നതിന് അതിന് ഓപ്പോസിറ്റാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കരിയറിലാണെങ്കിലും ശരി തന്നെ സാമ്പത്തിക നഷ്ടം അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. തേർഡ് പാർട്ടിക്കാണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ശരി തന്നെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടി അവർ കടന്നു പോകുന്നു. അവരുടെ ജീവിതത്തിൽ പുതുതായിട്ട് വരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റികളും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. വരുന്നില്ല എന്നല്ല, വരുന്നുണ്ട്, പക്ഷേ അത് അവർക്ക് യൂസ് ചെയ്യാൻ കഴിയാത്ത വണ്ണം അത് അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തങ്ങളിൽ നല്ല രീതിയിലുള്ള ഫൈറ്റ് നടക്കുകയാണ്. രണ്ട് വ്യക്തികളുടെ ഇടയിൽ മറ്റൊരു വ്യക്തി കൂടി ഇവിടെ വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടിയുടെ ലൈഫിൽ മറ്റ് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ബഹളമുണ്ടാക്കുന്നതിനും സമാധാനം നശിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് അവരുടെ ഇടയിലുമുണ്ട് ഒരു വ്യക്തി. അപ്പം നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ പേഴ്സണും തങ്ങളിൽ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ ഒരു ചെറിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിൻ്റെ ഇടയിലോട്ട് നുഴഞ്ഞു കയറിയ വ്യക്തി ആയിരിക്കാം ഈ തേർഡ് പാർട്ടി. ആ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ തന്നെ മറ്റൊരാളും കൂടി പ്രത്യക്ഷമായിട്ടുണ്ട്. അതാണ് കർമ്മ. ഓക്കെ, അപ്പോൾ കർമ്മയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പം അവിടെ ഒരാളിൻ്റെ ശകാരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മറ്റൊരാളിനെ കേട്ടുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞ് കേട്ട് നിൽക്കുന്ന വ്യക്തി ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സൺ തന്നെ ആയിരിക്കും. കാരണം പേഴ്സൺ നിങ്ങൾ എത്രത്തോളം വേദനിപ്പിച്ചോ, കണ്ണീരിലാഴ്ത്തിയോ, നിങ്ങൾ അവിടെ തല കുനിച്ച് നിൽക്കേണ്ടി വന്ന സമയങ്ങളുണ്ടായിരുന്നോ, ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. ഏത് സ്ഥാനത്താണോ നിങ്ങൾ നിന്നിരുന്നത് ആ ഒരു പോയിന്റിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. തേർഡ് പാർട്ടി അവരെ ഏരീസ് ആണ്. ഏരീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ രാജ്യാധികാരം കാണിക്കുകയാണ്. ഇവിടെ ഇമോഷണൽ പരമായിട്ട് യാതൊരു താല്പര്യങ്ങളും ഇവിടെ ഇല്ല. ഇവിടെ നടക്കുന്നത് മൊത്തവും അവരുടെ ഗർവും കാര്യങ്ങളും അവരുടെ അഹങ്കാരങ്ങളും ശാഠ്യങ്ങളും ഒക്കെയാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചിത്രത്തിൽ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. ഒരു വിലയുമില്ലാത്ത രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ അവിടെ നിൽക്കുന്നത്. ഓക്കെ, ഇത് ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും, മറ്റു ചിലരുടെ ജീവിതത്തിലേക്ക് ഇപ്പം നടക്കാൻ പോകുന്ന കാര്യമായിരിക്കും. വന്നിട്ടില്ല, നിങ്ങൾ ഇപ്പോഴും കരഞ്ഞു നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇതുവരെയും പോസിറ്റീവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സെൽഫ് ലവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ ഈ ഒരു അവസ്ഥയിലേക്ക് വരില്ല. നിങ്ങൾ എപ്പോഴാണോ സെൽഫ് ലവ് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമേ അവരുടെ ലൈഫിൽ ടവർ വരുള്ളൂ. നിങ്ങളിലേക്ക് വിട്ടിരിക്കുന്നതായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള എല്ലാ തോട്ടും നെഗറ്റീവ് എനർജിയും നിങ്ങൾ തടുത്തെങ്കിൽ മാത്രമേ. നിങ്ങൾ തടുക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളിലേക്കാണ് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ. അപ്പം നിങ്ങൾ അതെല്ലാം നിങ്ങളുടെ ശരീരത്തിലേക്ക് ഏറ്റുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കരയുകയാണ്. അതൊന്നും തിരിച്ച് തടുത്ത് നിർത്തുന്നില്ല. അപ്പം തടുത്ത് നിർത്താതെ നിങ്ങൾ അതൊക്കെ കേട്ട് നിങ്ങളതെല്ലാം ആ നെഗറ്റീവ് എനർജി മൊത്തം സ്വീകരിച്ച് എന്നെ ഡാർക്ക് എനർജിയിൽ നിർത്തിയിരിക്കുകയാണ്, എൻ്റെ പേഴ്സണെ എന്നിൽ നിന്ന് മാറ്റി, എനിക്കിനി ലൈഫില്ല, മുന്നോട്ടൊന്നും എനിക്ക് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ കണ്ണീരോടുകൂടി ഇരിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് ഒരു അമ്പ് പോലെ വന്നുകൊണ്ടിരിക്കും. എപ്പോഴാണോ നിങ്ങൾ ഈ അമ്പിനെ തടയുന്നതിന് വേണ്ടിയുള്ള പരിചയം വയ്ക്കത്തില്ലേ, ആ പരിചയം എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ്. നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ മാത്രമേ ആ ഒരു പരിചയം നിങ്ങളെടുത്ത് പിടിക്കുകയുള്ളൂ. അപ്പം മറ്റുള്ളവരുടെ ഒരു നെഗറ്റീവ് കാര്യങ്ങളും നിങ്ങളിലേക്കോ നിങ്ങളുടെ ആത്മാവിനെയോ ശല്യം ചെയ്യാൻ വരാത്ത രീതിയിൽ നിങ്ങൾക്കത് തടഞ്ഞു നിർത്താൻ കഴിയുന്ന സമയത്ത് മാത്രമേ ആ വന്നിരിക്കുന്ന അമ്പ് തിരിച്ച് അയച്ച ആൾക്കാരിലേക്ക് പോകുകയുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്?
നിങ്ങൾ എപ്പോഴാണോ സെൽഫ് ലവ് ചെയ്യുന്നത്, ആ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തേക്ക് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള എനർജികളും തിരിച്ച് ആ അയച്ച വ്യക്തിയിൽ തന്നെ പോയി നാശം വിതയ്ക്കും. അപ്പം സെൽഫ് ലവ് ചെയ്യ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ള നെഗറ്റീവ് ഈ അയച്ച വ്യക്തികളിലേക്ക് തന്നെ, തേർഡ് പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത ആൾക്കാർക്കാണ് ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സെൽഫ് ലവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും നെഗറ്റീവായിട്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, തേർഡ് പാർട്ടിയെക്കുറിച്ച് തന്നെ ഇപ്പോഴും സംസാരിക്കുന്നു എങ്കിൽ അവർക്കവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. നിങ്ങൾക്ക് കണ്ണുനീരായിരിക്കും. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. പേഴ്സൺ വരികയോ പോകുകയോ എന്തോ ചെയ്യട്ടെ, ഞാൻ എൻ്റെ ആത്മാവിൽ സന്തോഷിച്ച് മുന്നോട്ട് പോകും എന്ന് ഉറപ്പുള്ള വ്യക്തികൾക്ക് മാത്രമാണ് തേർഡ് പാർട്ടിയെ ടവറിലേക്ക് വിടാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇത് പ്രാർത്ഥിക്കൽ ഒരിക്കലും, ഒരുപാട് കമൻറ്റ്സ് ഞാൻ കാണുന്നുണ്ട്, തേർഡ് പാർട്ടി നശിക്കട്ടെ, അങ്ങനെ നശിക്കട്ടെ, ഇങ്ങനെ നശിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ആ ഒരു ശാപവാക്ക് നമുക്കാണ് വരുന്നതെന്ന് ചിന്തിക്കുക. നമ്മൾ ഒരാളിനെ കുറിച്ച് നമ്മൾ വിരൽ ചൂണ്ടുന്ന ഇങ്ങനെയാണ് അല്ലേ, ഇങ്ങനെയാണ്. അപ്പം നമ്മൾ ഒരാളിനെ ചൂണ്ടി പറയുകയാണ്, ഇപ്പോൾ ചൂണ്ടണ്ട, നമ്മൾ ഒരാളിലേക്ക് ശബ്ദം വിട്ടാലും മതി, നിനക്ക് നാശം സംഭവിക്കട്ടെ. അപ്പം ഒരു നാശമേ അവർക്ക് സംഭവിക്കുകയുള്ളൂ, ബാക്കി 3 നാശം എനിക്കാണ് സംഭവിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിക്കും അവർക്കും നാശം സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ ആദ്യം 3 അമ്പ് നമ്മുടെ നേർക്ക് വന്നതിന് ശേഷമേ ഒരു അമ്പ് അങ്ങോട്ട് പോകൂ. നിങ്ങൾ അതുകൊണ്ട് അവർക്കുള്ള കർമ്മ യൂണിവേഴ്സ് നോക്കിക്കോളും, അവർക്ക് സംഭവിക്കേണ്ടത് സംഭവിച്ചോളും. നമ്മളുടെ വാ കൊണ്ട് ഏറ്റു പറയേണ്ട കാര്യമില്ല. നമ്മൾ നല്ലതേ വരൂ, നമുക്ക് നല്ലതേ വരൂ, മറ്റുള്ളവർക്കല്ല, നമുക്ക് നല്ലതേ വരും. ഞാൻ സ്ട്രോങ് ആയിരിക്കും, ഞാൻ സെൽഫ് ലവ് ചെയ്യും, എൻ്റെ ജീവിതത്തിൽ ഉയർച്ച വരാൻ പോകുന്നതേ ഉള്ളൂ, ഇതുവരെ വന്നതല്ല, ഇതുവരെ ഉണ്ടായതല്ല, ഇനിയാണ് എൻ്റെ നല്ല സമയം കിടക്കുന്നത് എന്നുള്ള പോസിറ്റീവ് ചിന്തകളും പോസിറ്റീവായിട്ടുള്ള വാക്കുകളും പറയുമ്പോൾ നമ്മളിൽ ഉയർച്ച വരികയും തേർഡ് പാർട്ടി അവരുടെ റിലേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവർ വിട്ടു പോകുകയും ചെയ്യും. ഓക്കെ, സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പേഴ്സൺ ആയാലും തേർഡ് പാർട്ടി ആയാലും ഈ ഒരു സമയത്ത് അവർക്കൊന്നും എത്ര പണം ചിലവഴിച്ചാലും അവർ പുതിയ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടൊക്കെ അവർ ഒരുപാട് പണം ചിലവഴിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും അവർക്ക് ഈ ഒരു സമയത്ത് ശരിയായി വരുന്നില്ല. അവരൊരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട്, ഏസ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്, അവരൊരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് അവരൊരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. അതിൻ്റേതായിട്ടുള്ള ഒരു ബിസിനസ്സും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നില്ല. അവരെന്ത് ചെയ്തിരുന്നാലും അത് നാശമായി തീരുകയാണ്. അവർക്ക് ലഭിക്കുന്ന കർമ്മ അതാണ്. ഓക്കെ, നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെയും പേഴ്സൻ്റെയും ലൈഫിലെ സ്വാതന്ത്ര്യം, അവർക്കുണ്ടായിരുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യം അവസാനിച്ചിരിക്കുകയാണ്. അവർക്കിപ്പം ഒരു ശ്രദ്ധയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ഒരുപാട് കൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം അവർക്ക് അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സംശയങ്ങൾ മാത്രമാണ് അവരുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ പറഞ്ഞാണ് ഇപ്പോൾ അവരുടെ ലൈഫിൽ വീണ്ടും വീണ്ടും അടിയും വഴക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അവരുടെ ഫ്യൂച്ചർ എന്താകുമെന്നുള്ള കാര്യവും കൂടി നോക്കാം. ഓക്കെ, നമുക്ക് ഫ്യൂച്ചർ കാർഡ് എടുക്കാം. ആദ്യം നിങ്ങൾക്ക് എടുക്കുകയാണ് ഫ്യൂച്ചർ കാർഡ്. നിങ്ങളോടുള്ള, നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെയും ഫ്യൂച്ചർ കാർഡാണ് റിലേഷൻഷിപ്പിൻ്റെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചർ, ഇത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഫ്യൂച്ചർ കാർഡ്. ഓക്കെ, ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ, ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചർ, ഇത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഫ്യൂച്ചർ. ഇത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ളത്, ഇത് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചർ. ഓക്കെ, ആദ്യം നിങ്ങൾക്കുള്ള ഫ്യൂച്ചർ നോക്കട്ടെ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ന്യൂ ബിഗിനിങ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റിലേഷൻഷിപ്പിൽ എടുത്തപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് വരും. നിങ്ങൾക്കുണ്ടായിരുന്ന ആ ബ്ലോക്ക് എല്ലാം നിങ്ങളുടെ പേഴ്സൺ മാറ്റുകയാണ്. ഇതുവരെയും നിങ്ങൾക്ക് അവരൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബൗണ്ടറിയുടെ കമ്പുകളെല്ലാം വലിച്ച് ഊരിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആ കമ്പ് അവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ പേഴ്സൺ അതെല്ലാം ഒരു മാറ്റം കൊണ്ടുവരികയാണ്. ഓക്കെ, ഇതുവരെയും നിങ്ങളോട് കാണിച്ചതിനെല്ലാം അവർ അതെല്ലാം മാറ്റി എഴുതുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ.
1 ആണ്. ന്യൂ ബിഗിനിങ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ലിയോ ആണ് വന്നിരിക്കുന്നത്. ലിയോ എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, ചിങ്ങം. ആത്മവിശ്വാസം ഉണ്ടാകുകയാണ് നിങ്ങൾക്ക്. ആത്മവിശ്വാസം, ധൈര്യം, ഈ ഒരു റിലേഷനെ ബേസ് ചെയ്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആത്മവിശ്വാസം, ധൈര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരു സമർപ്പിതമാണ് വരുന്നത്. നിങ്ങളുടെ പേഴ്സൺ തങ്ങൾ ഒരുമിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. ഈ ലിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ചിങ്ങമാസമാണ്. അപ്പം നിങ്ങൾക്ക് ചിങ്ങമാസത്തിൻ്റെ ലക്കി നമ്പർ എത്രയാണെന്ന് അവരവർക്ക് തന്നെ ഓർമ്മ കാണും. എന്തുകൊണ്ട് ലക്കി നമ്പർ 1 ആണ് ലക്കി നമ്പർ. അപ്പം വന്നിരിക്കുന്നത് 1 ആണ്. ലവ് ആണ് വന്നിരിക്കുന്നത്, 1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് നല്ലതായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. ഈ ഒരു എനർജി ആർക്കാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വീകരിക്കുക. സെൽഫ് ലവ് ചെയ്യുന്ന വ്യക്തികൾക്കാണ് ഇത് സ്വീകരിക്കാൻ കഴിയുക. സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്ന വ്യക്തികൾക്കാണ് സ്വീകരിക്കാൻ കഴിയുക. അല്ലാത്തവർക്ക് വിഷമിച്ചിരിക്കുന്നിടത്തോട്ട് എത്ര സ്വീകരിച്ചാലും എനർജി വരത്തില്ല. ഇത് സെൽഫ് ലവ് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് യൂണിവേഴ്സ് എത്രയും പെട്ടെന്ന് തന്നെ നടന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. നമുക്ക് തേർഡ് പാർട്ടിയുടെ നോക്കാം. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറാണ്. ഗോ വിത്ത് ഫ്ലോ വന്നിരിക്കുന്നത് 6 ഓഫ് കപ്പാണ്. ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. സ്കോർപ്പിയോ ആണ് വന്നിരിക്കുന്നത്. സ്കോർപ്പിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ വരുന്നത് ഒരു പ്രതികാര മനസ്സാണ് വരുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു പ്രതികാരം, അവർ പരസ്പരമായിട്ടുള്ള കാര്യത്തിൽ പ്രതികാരം അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം തേർഡ് പാർട്ടിയുടെ റീഡിങ്ങിൽ വന്നിരിക്കുന്നത് മൊത്തവും ടവറും എനർജിയും ഒക്കെയാണ്. അപ്പോൾ അവരുടെ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നതും പ്രതികാരത്തിൻ്റെ തന്നെയാണ്. വന്ന കാർഡ് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ കഴിയത്തില്ല. കാരണം ടവർ വന്നിരിക്കുന്നു, 10 ഓഫ് സോഡ് വന്നിരിക്കുന്നു. ഒരുപാട് നെഗറ്റീവായിട്ട് അവിടെ അടികൂടി മാറിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരിക്കലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരത്തില്ല. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അവർ തങ്ങളിലുള്ള ഒരു തീവ്രമായ വഴക്കാണ് നടക്കാൻ പോകുന്നത്. അവർ പരസ്പരം അമിത നിയന്ത്രണത്തിൽ വരും. അവർ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവർക്ക് സഹിക്കാൻ കഴിയാതെ പരസ്പരം വഴക്കുകളുണ്ടാവും. എന്തിനാണ് അധിക നിയന്ത്രണം? എന്തിനാണ്? പല രഹസ്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറച്ചിലും കാര്യങ്ങളൊക്കെ അവസാനിക്കും. ഓക്കെ, ഇപ്പം ഒരു വ്യക്തിയിൽ തന്നെ അധികമായിട്ട് നമ്മൾ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഇടം വലം തിരിയാത്ത വണ്ണം ശ്രദ്ധ കൊടുക്കും. അങ്ങനെ ശ്രദ്ധ കൊടുക്കുമ്പോഴത്തേക്ക് അവർക്കത് ഒരു ബന്ധിച്ചിട്ടിരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും നിങ്ങളുടെ പേഴ്സൺ അവിടെ നിന്നും പോയി രക്ഷപ്പെടുന്നതിന് തീരുമാനിക്കുകയും ചെയ്യും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സ്ഥലത്ത് നിന്നും മൂവ് ഓൺ ചെയ്യുന്നതിന് തയ്യാറാകും. വീഡിയോയിൽ കുറച്ച് പ്രശ്നം വന്നതിനാൽ അത് കട്ടായിപ്പോയി. ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചർ കാർഡ് എടുത്തിരിക്കുന്നത് സണ്ണാണ് വന്നിരിക്കുന്നത്, മറ്റത് സ്ട്രെങ്തും. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലൊരു ന്യൂ ബിഗിനിങ്, ഒരു ഹാപ്പിനെസ് വരെയാണ്, ഒരു സെലിബ്രേഷൻ, സക്സസ്, ഇതെല്ലാം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്താണ് വന്നിരിക്കുന്നത്. സണ്ണിൻ്റെ നമ്പർ 1 ആണ്. നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ന്യൂ ബിഗിനിങ്, ഏസ് ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത് 1 നമ്പറാണ്. മാനസികമായിട്ടുള്ള സ്ട്രെങ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ലൈഫ് കുറച്ച് ഉറച്ചതായി മാറുന്നതിന്, അല്ലെങ്കിൽ ഇതുവരെയും ആ ഒരു ശക്തിയില്ലാത്ത രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയതെങ്കിൽ ഇനി മുതൽ അത്രയ്ക്കും സ്ട്രെങ്തോടുകൂടി ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. ഫ്യൂച്ചറിലെ കാര്യമാണ്. ഇവിടെ വന്നിരിക്കുന്നത് ലിയോയാണ്. ലിയോ ചിങ്ങമാകുമ്പോൾ അതിൻ്റെ ലക്കി നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഏസ് ഓഫ് പെൻറ്റിക്കിൾ 1 ആണ്. സണ്ണിൻ്റെ കാർഡ് 1 ആണ്. അപ്പം നിങ്ങളുടെ ഫ്യൂച്ചറുമായിട്ട് ഇത് നല്ല കണക്റ്റ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ 100% നമുക്ക് ഉറപ്പിക്കാം നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയനാണ് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നതെന്ന്. ഓക്കെ, ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഏഞ്ചൽ മെസ്സേജ് കൂടി എടുത്തിട്ടുണ്ട്. യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് തരുന്നതായിട്ടുള്ള മെസ്സേജ് എന്ന് നോക്കാം. എൻ്റെ വ്യൂസിന് വന്നിരിക്കുന്നത് 3 ഓഫ് വാൻസിൻ്റെയാണോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്തത്, നിങ്ങളുടെ മുന്നിലേക്ക് ഒരു അബണ്ടൻസ് വരാൻ പോവുകയാണ്. നിങ്ങൾ കാത്തിരുന്നത് എന്താണോ അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്താൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്.
നിങ്ങളുടെ ജീവിതം സക്സസ്സിലേക്ക് മാറാൻ പോകുന്നു. നിങ്ങൾ ക്ഷമയോടെ ഇരിക്കുക. നിങ്ങൾ കാത്തിരുന്നത് എന്തിനാണോ ആ കാത്തിരുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ്. നിങ്ങളൊന്ന് ക്ഷമയോടെ ഇരിക്കുക കുറച്ചുകൂടി. നിങ്ങളുടെ പേഴ്സണ് വന്നിരിക്കുന്നത് 8 ഓഫ് പെൻറ്റിക്കിൾ ആണ്. ഇതുവരെയും നിങ്ങളെ ജീവിതത്തിൽ യാതൊരു ശ്രദ്ധയും തരാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണ് ഗൈഡൻസ് കൊടുക്കുകയാണ്. ഇനി ഒരുമിച്ച് ഉള്ള യാത്രയാണ് മുന്നോട്ട്. ഫ്യൂച്ചറിൽ കൊടുക്കുന്നതാണ്. ഫ്യൂച്ചറിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ പേഴ്സൺ ഒരുമിച്ചായിരിക്കും. ഈ ലൈഫിന് വേണ്ടി നിങ്ങൾ എത്രത്തോളം കണ്ണീരൊഴുക്കിയോ, നിങ്ങൾ എന്തുമാത്രം സഹിച്ചോ, അതിനെല്ലാത്തിനും അവസാനമായിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരികയും നിങ്ങൾക്ക് വേണ്ടി ഇനി മുതൽ പ്രവർത്തിക്കുകയും ചെയ്യും. ജീവിതം കെട്ടിപ്പടുക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് രണ്ടുപേരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുന്നതായിട്ടുള്ള മെസ്സേജ്. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നതായിട്ടുള്ള മെസ്സേജ്, മറ്റുള്ളവരുടെ ലൈഫിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നതും ജീവിതത്തിൽ ഡ്രാമ കളിക്കുന്നതും ഒക്കെ സ്റ്റോപ്പ് ചെയ്യുന്നത്. നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി ഡ്രാമ ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നതെല്ലാം അവസാനിപ്പിക്കണമെന്ന് യൂണിവേഴ്സ് തേർഡ് പാർട്ടിയോട് മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ നിന്നെല്ലാം നിങ്ങൾ വിട്ടുമാറിപ്പോയാൽ നിങ്ങളുടെ ഈ ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മറ്റൊരു ലൈഫിൽ നിങ്ങൾ ഉണ്ടാക്കാതെ മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു സമയം നിങ്ങൾക്ക് വരികയാണെന്നും നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ നിൽക്കണമെന്നും ഒക്കെ യൂണിവേഴ്സ് നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് മെസ്സേജ് കൊടുക്കുകയാണ്. അപ്പം ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതൊരു റിക്വസ്റ്റ് വീഡിയോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിതെല്ലാം റെസനേറ്റ് ആയതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഓക്കെ, എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ ഓരോരുത്തരോടും ഇരിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് ഒരു റീയൂണിയന് വേണ്ടി അവസരം ഒരുക്കട്ടെ. എല്ലാവരും പോസിറ്റീവായിരിക്കട്ടെ. താങ്ക് യു.